അദ്ദേഹമാണ് ഇനി എന്റെ ബോസ്. ഞാൻ അദ്ദേഹത്തിന് കീഴിൽ ജോലി ചെയ്യുന്ന സാധാരണ ഒരു പ്രവർത്തകൻ മാത്രം. ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തനായ ഭരണാധികാരി എന്ന് ഭക്തർ ഏറ്റുപാടുന്ന, വിശ്വഗുരുവെന്ന് വാഴ്ത്തിപ്പാടുന്ന നരേന്ദ്രമോദി തന്നേക്കാൾ ഏറെ പ്രായം കുറവുള്ള ഒരു നേതാവിനെ ചൂണ്ടിക്കാട്ടിയാണ് ഈ വാക്കുകൾ പറഞ്ഞത്. ഇക്കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ BJP ആസ്ഥാനത്ത് വെച്ച് നടന്ന ചടങ്ങിൽ 45-കാരനായ നിതിൻ നബീൻ BJP അധ്യക്ഷ പദവിയിൽ ചുമതലയേറ്റു. ആയിരങ്ങളെ സാക്ഷി നിർത്തി നിതിൻ നബീനെ ചൂണ്ടിയാണ് പ്രധാനമന്ത്രി ഈ പ്രസ്താവന നടത്തിയത്. ആദ്യ കേൾവിയിൽ മോദിയുടെ പ്രസ്താവനയിൽ ആർക്കും അത്ര പ്രശ്നമൊന്നും തോന്നാൻ ഇടയില്ല. പക്ഷേ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ള ചതുരംഗ കളത്തിനാണ് മോദി പരവതാനി വിരിച്ചിരിക്കുന്ന നിരീക്ഷണമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിലെ ദീൻദയാൽ ഉപാധ്യായ മാർഗിലുള്ള BJP ആസ്ഥാനത്ത് തടിച്ചുകൂടിയ ജനസഞ്ചയത്തിന് മുൻപിൽ അമിത്ഷായും JP നദ്ദയും അടക്കമുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് നിതിൻ നബീൻ ഔദ്യോഗിക പദവിയിൽ സ്ഥാനോരോഹിതനായത്. ചടങ്ങിൽ പ്രസംഗിക്കുന്നതിനായി മൈക്കിന് മുന്നിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സദസ്സിനെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് നിതിൻ നബീനെ തന്റെ മേലുദ്യോഗസ്ഥനായി അവതരിപ്പിക്കുകയായിരുന്നു. തുടർന്ന് ഒരു കീഴ്ജീവനക്കാരൻ തന്റെ ബോസിന് നൽകുന്നതുപോലെ വളരെ വിനയാന്വിതനായി കഴിഞ്ഞ 11 വർഷത്തെ തന്റെ ഗവൺമെന്റിന്റെ പ്രവർത്തന റിപ്പോർട്ട് മോദി വേദിയിൽ അവതരിപ്പിച്ചു. ശേഷം എന്റെ ജോലി എങ്ങനെയുണ്ടെന്ന് ഇനി ഇദ്ദേഹം തീരുമാനിക്കട്ടെ എന്നും എന്റെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് ഇനി എഴുതേണ്ടത് ഇദ്ദേഹമാണെന്നും കൂടി മോദി പറഞ്ഞപ്പോൾ സദസ്സിൽ നിറഞ്ഞ കയ്യടിയായിരുന്നു. എന്നാൽ ഈ പുകഴ്ത്തലുകൾക്ക് പിന്നിലെ രാഷ്ട്രീയ അജണ്ടകൾ ഒന്ന് ചികഞ്ഞു നോക്കിയാൽ BJPയിലെ അധികാര കേന്ദ്രീകരണത്തിന്റെ യഥാർത്ഥ ചിത്രം തെളിഞ്ഞു വരും. ആദ്യം എന്തുകൊണ്ട് നിതിൻ നബീൻ എന്ന ചോദ്യം BJPയോട് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ സംഘടനാ പാടവം എന്നങ്ങ് വിശേഷിപ്പിച്ചു കളയും. ബീഹാറിലെ കരുത്തനായ നേതാവായിരുന്ന നബീൻ കിഷോർ പ്രസാദ് സിൻഹയുടെ മകനായ നിതിൻ 2006-ലാണ് സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. ബങ്കിപ്പൂർ മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി 5 തവണ MLA ആയ അദ്ദേഹം ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പ് വിജയത്തിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിയുടെ തന്ത്രങ്ങൾ മെനയുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു എന്നത് വസ്തുതയാണ്. എന്നാൽ നിതിൻ നബീനേക്കാൾ എത്രയോ മടങ്ങ് രാഷ്ട്രീയ പരിചയവും ഭരണപരിചയവുമുള്ള നേതാക്കളെ തഴഞ്ഞാണ് ഹൈക്കമാൻഡ് ഈ നിയമനം നടത്തിയത് എന്നതാണ് പ്രധാന വിവാദം. നിതിൻ ഗഡ്കരി, രാജ്നാഥ് സിംഗ് അല്ലെങ്കിൽ ശിവരാജ് സിംഗ് ചൗഹാൻ തുടങ്ങിയ വമ്പൻ നേതാക്കളെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടതായിരുന്നു എന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. കൂടാതെ ബീഹാറിൽ നിന്ന് തന്നെയുള്ള രവിശങ്കർ പ്രസാദ്, രാധാമോഹൻ സിംഗ് തുടങ്ങിയ അധികായന്മാരെ പൂർണ്ണമായും അവഗണിച്ചാണ് നിതിൻ നബീനെ പ്രതിഷ്ഠിച്ചത്. ഈ മുതിർന്ന നേതാക്കൾ അധ്യക്ഷ സ്ഥാനത്തെത്തിയാൽ അവർക്ക് സ്വന്തമായ നിലപാടുകൾ ഉണ്ടാകുമെന്നും അത് മോദി അമിത്ഷാ കൂട്ടുകെട്ടിന്റെ ഏകാധിപത്യപരമായ തീരുമാനങ്ങൾക്ക് തടസ്സമാകുമെന്നുള്ള ഹൈക്കമാൻഡിന്റെ ഭയത്തിന്റെ പുറത്താണ് നിതിൻ നബീന് അവസരം നൽകിയതെന്നും പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാത്ത, കേന്ദ്ര നിർദ്ദേശങ്ങൾ അതേപടി നടപ്പിലാക്കുന്ന ഒരു വിധേയനെ ആവശ്യമുണ്ടായിരുന്നു എന്നിടത്താണ് നിതിൻ നബീന്റെ പ്രസക്തി. മുതിർന്ന നേതാക്കളെ പൂർണ്ണമായും വെട്ടിനിരത്തിക്കൊണ്ട് പാർട്ടിയിൽ പുതിയൊരു അധികാര സമവാക്യം സൃഷ്ടിക്കാനുള്ള ഹൈക്കമാൻഡിന്റെ താല്പര്യമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഇനി മോദി നിതിനെ ബോസ് എന്ന് വിളിച്ചതിന്റെ പിന്നാമ്പുറ കഥകളാണ് പരിശോധിക്കാനുള്ളത്. താൻ ഒരു ഏകാധിപതിയല്ല എന്ന് വരുത്തി തീർക്കാനുള്ള മോദിയുടെ ഒരു മുഖം മിനുക്കൽ തന്ത്രം മാത്രമാണെന്ന നിരീക്ഷണവും പുറത്തു വരുന്നുണ്ട്. പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര ജനാധിപത്യം മരിച്ചുവെന്നും എല്ലാം ജി കമ്പനിയുടെ അധീനതയിലാണെന്നുമുള്ള വിമർശനങ്ങൾ ശക്തമായ സാഹചര്യത്തിൽ ഒരു ജൂനിയറെ മുന്നിൽ നിർത്തി ഇദ്ദേഹമാണ് എന്റെ ബോസ് എന്ന് പറയുന്നത് ജനങ്ങളെ കബളിപ്പിക്കാനുള്ള നീക്കമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇതിലൂടെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പരാജയങ്ങളുടെ ഉത്തരവാദിത്തം തന്നിൽ നിന്ന് മാറ്റി നിതിൻ നബീൻ എന്ന പുതിയ അധ്യക്ഷന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള മുൻകൂർ ജാമ്യം കൂടി മോദി എടുക്കുന്നു എന്ന മാനവും നൽകപ്പെടുന്നുണ്ട്. കൂടാതെ ബീഹാറിലെ ജാതി രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമില്ലാത്ത കായസ്ഥ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ അധ്യക്ഷനാക്കിയതിലും നിഗൂഢതയുണ്ട്. OBC വോട്ടുകൾക്കായി മത്സരിക്കുന്ന RJDയെ നേരിടാൻ ഒരു OBC നേതാവിനെ അധ്യക്ഷനാക്കുന്നതിന് പകരം നിതിനെ തെരഞ്ഞെടുത്തത് പാർട്ടിയിൽ മറ്റൊരു OBC അധികാര കേന്ദ്രം ഉയർന്നു വരാതിരിക്കാനാണ്. BJPയിൽ ഇനി തലമുറ മാറ്റമല്ല, മറിച്ച് വിധേയത്വത്തിന്റെ കാലമാണെന്ന് ഈ നിയമനം അടിവരയിടുന്നു. മുതിർന്ന നേതാക്കളുടെ രാഷ്ട്രീയ ഭാവിയെ വെട്ടിനിർത്തിക്കൊണ്ട് പടുത്തുയർത്തിയ ഈ പുതിയ അധികാര സമവാക്യം BJPയെ എവിടെ എത്തിക്കുമെന്ന് വരും ദിവസങ്ങൾ തെളിയിക്കും.